ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ബൺ ദോശയുടെ റെസിപ്പിയാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സൂപ്പർ റെസിപ്പിയാണിത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനായിട്ടോ അങ്ങനെ ഏത് സമയത്തായാലും നമ്മളെ ഇഷ്ടത്തോടെ കഴിച്ചു പോകുന്ന നല്ലൊരു ബൺ ദോശയുടെ റെസിപ്പിയാണ് ഇന്ന്. അതിനായിട്ട് ആദ്യം ഞാനിപ്പോൾ ഈ ബൗളിലോട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. പിന്നെ ആ റവയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് സാമാന്യം പുളിയുള്ള തൈരും ഒരു 1/2 കപ്പ് വെള്ളവുമാണ്. വെള്ളവും തൈരും എല്ലാം ഒരേപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ അതൊന്ന് കുതിരാനായിട്ട് വെക്കണേ. സമയക്കുറവാണെന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണേ. ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ജീരകവും ചെറിയ ജീരകവും 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ അതിലോട്ട് ചേർക്കേണ്ടത് നല്ല വലുപ്പത്തിലുള്ള ഒരു സവാളയുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. ചെറിയ സവാളയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഞാൻ സാമാന്യം നല്ല വലിപ്പമുള്ള 2 പച്ചമുളക് വളരെ പൊടിയായിട്ട് കൊത്തിയരിഞ്ഞിട്ടിട്ടുണ്ട്. 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ അതിനൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വഴന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ചേർത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെയാണ്. അതായത് സാമാന്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതിയായി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇപ്പം നമ്മുടെ ആ റവ തൈരുമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിക്കാവേ. എന്നിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അതങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരണം. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോവില്ല കേട്ടോ. ഇപ്പം നമ്മൾ വഴറ്റിയതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും അത് മൊത്തമായിട്ട് ഈ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതിയുടെ പകുതി, അതായത് നല്ല 2 നുള്ള കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വഴറ്റി ഇതിലേക്ക് ചേർത്ത വെജിറ്റബിൾസും കായപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമ്മൾ എപ്പോഴാണോ ഇത് ഉണ്ടാക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതിയേ. നല്ല 2 നുള്ള സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് അതെല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തട്ക പാൻ ഇല്ലേ, കടുകൊക്കെ വറക്കുന്നത്, ആ പാനാണ് ഇതിന് ഏറ്റവും നല്ലത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കുറേശ്ശെയായിട്ട് ഒരു തവി നിറച്ചും കോരി ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് ആ സൈഡ് ഒന്ന് മൊരിയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇടണം. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കണം. നല്ല അസല് ടേസ്റ്റാണ് കേട്ടോ. വലിയ ഫ്ലെയിമിൽ ഇതിടരുത്. ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് വേണം നമ്മളിത് ഫുള്ള് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ ചട്നിയൊന്നും വേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഇത് വെറുതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത് തയ്യാറാക്കിയപ്പോൾ 2 ചട്നിയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് 2 കൂടി ഞാൻ അങ്ങ് എടുത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്ക് കുറേ കൂടെ ഇതിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടത് തേങ്ങാ ചട്നിയാണ് കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങാ ചെറുകിയതും കൂടെ ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു ഇനിയുമെന്ന് തോന്നി. ഒരെണ്ണം എടുത്താൽ ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാമേ. നല്ല സോഫ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ സോഡാപ്പൊടി കൂടെ ചേർത്തതല്ലേ. പിന്നെ നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതിയേ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അതിനുവേണ്ടി മുടക്കുന്ന സമയം ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. നല്ല സോഫ്റ്റാണ്. അതേ കണ്ടല്ലോ അല്ലേ. അപ്പോൾ 2 ചട്നിയിലും മാറി മാറി മുക്കിയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചൊന്ന് കൊതിപ്പിക്കാം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്